പിശാശിന് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ നോക്കിയേ. ഗോസ്റ്റ് ഇപ്പോൾ ഇന്ന് ഞാൻ ചേട്ടാ, എന്തിനാ പിശാചിന്റെ അടുത്തേക്ക് പോകുന്നത്? അതുകൊണ്ട് എന്താ കാര്യം? അവക്ക് രണ്ടെണ്ണം കൊടുക്കാൻ എനിക്ക് തോന്നുന്നു. അങ്ങനെ ചെയ്താ അത് അവള് മുതലെടുക്കും. പിന്നെ നമ്മുടെ ഒരു ഉദ്ദേശവും നടക്കില്ല. ഇപ്പം മിണ്ടാതെ നിക്ക്. നോക്കണ്ട, ഞാൻ പറഞ്ഞതാ ഉണ്ടാവാൻ പോകുന്നത്. ഇവളെന്താ അരവിന്ദന് കലക്കി കൊടുത്തതെന്ന് അറിയില്ലല്ലോ. ദേഹത്ത് തൊടാതിരിക്കാനുള്ള ശ്രേയുടെ അളവായത്. അരവിന്ദന്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അരവിന്ദ് എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം. നമ്മുടെ ജീവിതം തുടങ്ങാൻ പാടില്ലെന്ന് ആഗ്രഹിക്കുന്നവരുടെ മുമ്പിൽ നമ്മൾ കാണിച്ചു കൊടുക്കണം നമ്മുടെ സ്നേഹം. കലാമണ്ഡലം ഇവളം ചേട്ടാ, മിണ്ടാതെ നിക്ക്. അരവിന്ദ് കണ്ടില്ല ചാരു, എന്താ അവളുടെ ഒരു പെർഫോമൻസ്. ഒന്ന് മിണ്ടാതെ നിക്ക്. ഇത് ഹോസ്പിറ്റലാ. സിസ്റ്റർ, നോർമൽ ആവുമ്പോൾ അറിയിച്ചാൽ മതി കേട്ടോ. ഓക്കെ ഡോക്ടർ. ഡോക്ടർ, എന്റെ ഹസ്ബൻഡ് എങ്ങനെയുണ്ട്? സീരിയസ് ആയിട്ട് ഒന്നുമില്ലല്ലോ? ഇമോഷണൽ ആവണ്ട. നിങ്ങൾ പേടിക്കുന്ന രീതിയിൽ ഒന്നുമില്ല. ഫുഡ് പോയ്സണാ. സ്റ്റൊമക്ക് വാഷ് ചെയ്തിട്ടുണ്ട്. നത്തിങ് ടു വെറി. താങ്ക്സ്. ഡോക്ടർ, എപ്പോ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും? നാളെ വരെ ഒബ്സർവേഷനിലായിരിക്കും. അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യാം. ഡോക്ടർ, ഇന്ന് രാത്രി മുഴുവൻ ഇവിടെ കിടക്കണമെന്നാണോ? യെസ്. മുറിയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് കിടക്ക പങ്കിടാൻ കൊതിച്ചവൻ കിടക്കുന്നത് കണ്ടില്ലേ? ആശുപത്രി കിടക്കയില്. എന്താ രണ്ടുപേരും കണ്ണുമിഴിച്ച് നിൽക്കുന്നേ? ഇതൊന്നും പ്രതീക്ഷിച്ചില്ല അല്ലേ? ചിലത് പ്രതീക്ഷിച്ചു. അത് ഞങ്ങൾക്കെതിരെ ആയിരിക്കുന്ന വിചാരിച്ചത്. അരവിന്ദേട്ടനോട് നീ ഇങ്ങനെ ചെയ്യുന്നു വിചാരിച്ചില്ല. നിന്റെ വാശി ജയിക്കാൻ നീ എന്തും ചെയ്യുമെന്നറിയാം. പക്ഷെ ഇപ്പൊ നീ വയ്യാതാക്കി കിടത്തിയിരിക്കുന്നത് നിന്റെ ഭർത്താവിനെ ശ്രേയ. ഓ, ഞാൻ മറന്നു. നിന്നെ സംബന്ധിച്ചിടത്തോളം അരവിന്ദൻ നിന്റെ ഭർത്താവല്ലല്ലോ. ഞങ്ങളോട് പ്രതികാരം ചെയ്യാനുള്ള ഒരു ടൂള് മാത്രം. നീ ഓർത്തോ, ഇതിനൊക്കെ മറുപടി പറയേണ്ട ഒരു നാള് വരും. ഞാൻ മറുപടി പറയില്ല. പറയേണ്ടത് നീയൊക്കെ. അരവിന്ദനെ എന്റെ ശരീരത്തിൽ ഞാൻ തൊടിയിക്കില്ല. ഇതെന്റെ വാശിയ. നിന്നോടൊക്കെയുള്ള ചലഞ്ച്. ആ ചാലഞ്ച് ഞാൻ ഏറ്റെടുത്തു ശ്രേയ. ഇന്നൊരു രാത്രി നീ വിചാരിച്ച പോലെ നടന്നു. ഇനി 2 ദിവസം ബാക്കിയുണ്ട്. അരവിന്ദേട്ടന്റെ നിന്റെ മനസ്സൊന്നിച്ചില്ലെങ്കിലും ശരീരങ്ങൾ ഒന്നിക്കും. നീ കണ്ടോ? ഓക്കെ, ഇനിയും മുറിയൊക്കെ ഡെക്കറേറ്റ് ചെയ്യിപ്പിക്കും. കാണാലോ എന്താ ഉണ്ടാവാൻ പോകുന്നേന്ന്. അക്കുചേട്ടാ, വർത്താനൊന്നും വേണ്ട, പ്രവർത്തിച്ചു കാണിക്കാം. അക്കുചേട്ടൻ വാ. മോളെ വരച്ചേട്ടാ. എന്നെ പുറത്തേക്ക് കൊണ്ടുപോവോ? നിന്റെ പപ്പ ഫ്രഷായി വരട്ടെ, കൊണ്ടുപോകും. മമ്മയ്ക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓ, മമ്മ എപ്പോഴും ബിസിയാ. എന്റെ കൂടെ